നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു കൂട്ടം കേരളത്തിലുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങി ബി.ജെ.പി. അടിയുറച്ച CPM ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കും. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പി. മുഖം സുരേഷ് ഗോപിയുടേത് ആയിരിക്കും. CPMൽ നിന്ന് വലിയ വോട്ട് ചർച്ചയുണ്ടായി. അത് ബി.ജെ.പി. അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത്. ഇതാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം. കണ്ണൂര് തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ആയതിനുശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമാണ്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്കുകൂട്ടൽ കേരള ബി.ജെ.പി. നേതൃത്വത്തിനുമുണ്ട്. കെ. സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന ബോധവും നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപി ആയിരിക്കും താരം. കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. നല്ല തിരക്കുകളും ഉണ്ടാകും. എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി.ജെ.പിയെ വളർത്താനും മുന്നിൽ ഉണ്ടാകുമെന്നാണ് കേരള നേതാക്കൾ വിലയിരുത്തുന്നത്. സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴും. ജനങ്ങൾക്ക് ബി.ജെ.പിയോടുള്ള അയ്യേ എന്ന മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ. വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ് വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി.ജെ.പിക്ക് മുതൽക്കൂട്ടാണ്. സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസം ആർജിച്ചെടുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ബി.ജെ.പി. കണ്ണൂരിലുൾപ്പെടെ CPMന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഓരോയിടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരേയൊരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാളേറെ CPMനെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബി.ജെ.പിയുടെ വോട്ട് കൂടിയതാണ്. ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് തുടങ്ങി പല CPM കോട്ടകളിലും ബി.ജെ.പി. കൂട്ടിയത് 4 ഇരട്ടിയിലേറെ വോട്ടുകളാണ്. ഇവിടങ്ങളിലൊന്നും ബി.ജെ.പി. കാര്യമായ പ്രവർത്തനം കാഴ്ചവച്ചിരുന്നുമില്ല. CPM ഏരിയ എന്ന് കണ്ട് ഒഴിഞ്ഞുമാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ബി.ജെ.പിക്കാർ പോലും ഞെട്ടി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തിടത്ത് പോലും 3 അക്ക വോട്ടുകൾ നേടാൻ അവർക്കായി. CPMനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ട് കൂടാൻ ഇടയാക്കിയത് എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങൾ മുതലെടുക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ശ്രമം.